ചായ തണുത്തു സാറേ. എടോ ഉദയ, ആ സീനുള്ളത് എന്തോ എനിക്കില്ല. അതെന്താ? ഞാൻ തന്നെ പറയണ. എന്താ കോമഡി പറയണോ നീ? സാറിന് ആലോചിച്ചോണ്ടിരിക്കല്ലേ, അതൊന്ന് മാറ്റാൻ വേണ്ടി നോ ഡൗട്ട് മധു എന്റെ വശത്തായിരുന്നല്ലോ. ആ സീന് വന്ന് അവളെ എന്തോ ചെയ്തു. ഉദയ, അർജന്റായിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് വെച്ചിട്ടുണ്ടോ? എന്റെ അല്ലെങ്കിൽ വേണ്ട, ഒരു കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? ചായ ചായ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിട്ട് കരിക്ക് വാങ്ങിച്ചിട്ട് പാടോ. നമസ്കാരം ബായ്. ഇരിക്കുക. ഓവർ ആക്ഷൻ ഒന്നും വേണ്ട. എന്റെ അനിയൻ മരിച്ചതറിഞ്ഞല്ലോ. നീ റെസ്റ്റോറന്റിൽ വന്നിരുന്ന് എൻജോയ് ചെയ്യാണല്ലേ? അല്ല ബായ്, അനിയൻ മരിച്ചു പോയതുകൊണ്ട് 2 ദിവസമായിട്ട് ഊണുമില്ല, ഉറക്കമില്ല. തലവേദന എടുത്തപ്പോ ഒരു ചായ കുടിക്കാൻ വന്നതാ. രാത്രിയിലാണെങ്കിൽ ഉറക്കമില്ല. കണ്ണു നോക്കി പെരുത്തുപോയി. കണ്ണു പെരുക്കുന്ന ഉറക്കമില്ലാഞ്ഞിട്ടല്ല, മദ്യപിച്ചിട്ടാ. അതല്ല ബായ്, ആ കാതിറും എന്റെ കൺമുമ്പിൽ വെച്ചിന്റെ അനിയനെ കൊന്ന സാലയും അവരെനിക്ക് വേണം. അവൻ എവിടെയാണെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും ബായ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ദയവേത് ബായ് പോ. അവരെ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. നമസ്കാരം സാർ. വാ മധു, ഇരിക്ക്. സോറി സാർ, നിങ്ങളെ കുറെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. ഇത് 2 months EMI. അതെന്താ മോളെ, നിന്റെ ലോൺ എല്ലാം ക്ലിയർ ചെയ്തല്ലോ. റെസിപ്റ്റും പോസ്റ്റിൽ അയച്ചല്ലോ. ക്ലിയർ ചെയ്തെന്നോ? ആര്? ഒരു മിനിറ്റ്. കെ ശ്രീനിവാസ് ബാബു. അവനാ മോളെ ആ താടിക്കാരൻ ശ്രീനു എന്ന്. അയാളാണ് ക്ലിയർ ചെയ്തത്. ഹായ് മധു. ഹായ് ഭാനു. നിന്റെ അടുത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. എന്താ അത്? മിനിഞ്ഞാന്ന് ഗാങ്സ്റ്റർ ജിന്നാബായുടെ അനിയൻ അജീസിന്റെ കൊലപാതകം നടന്നത് അറിയാലോ. ഞാൻ കവറേജിന് പോയതാ. ആ സീനു എന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് മറിഞ്ഞു നടക്ക. എന്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് നിന്നോട് പറയാ, അവനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാ. എവിടെ ഉണ്ടെന്നാ കാദർ ബായിക്കല്ല ആർക്കും അറിയാം. കാദർ ബായി എവിടെ പോയി ഒളിച്ചാലും നിനക്കതറിയാൻ പറ്റും. എനിക്കറിയില്ല. വേണ്ട വേണ്ട, കാദർ ബായി എവിടെ ആയാലും ഏത് അവസ്ഥയിലായാലും എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ ആദ്യത്തെ നിസ്കാരത്തിന് വരും. കാദർ, ജിന്നാബായി അവിടെ. പറയൂ സീനു, ജിന്നാഭായുടെ അനിയൻ മരിച്ചു കിടന്ന സ്ഥലത്ത് നീ എന്തിനാ പോയത്? അന്നൊരു മനുഷ്യൻ എന്തിനാ വിരട്ടി ഓടിച്ചത്? ബാങ്കിൽ പണം എങ്ങനെ അടച്ചു? നീ പാപം ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ടുള്ള സഹായം ഞാൻ സ്വീകരിക്കില്ല. മധു, അത് പാപം ചെയ്ത് സമ്പാദിച്ച പണമല്ല, കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ്. ശ്രമിച്ചിട്ടാ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത്. അതിനുശേഷം ഞങ്ങൾ എവിടെയുണ്ടെന്നോ ഞങ്ങൾക്ക് എന്ത് പറ്റുന്നോ ഞങ്ങളെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ പോലും തോന്നില്ലല്ലോ നിനക്ക്. എന്റെ പൊന്നല്ലേ, ഞാൻ പറയുന്നൊന്ന് നീ എന്താ പറയാൻ വന്നത്? ഇത് നിന്റെ സ്വന്തം പെങ്ങളാണെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യോ? നീ എന്റെ ജീവനല്ലേ. ശരിക്കും തെറ്റ് ഇവന്റെയാ. എന്റെ തെറ്റാ? ആ, നീ വീട്ടുകാരെ സമ്മതിപ്പിക്കാന്ന് പറഞ്ഞ് ഇവളെയും വിളിച്ചാരിക്കൊണ്ട് പോയിട്ട് എന്റെ കത്തുകൾക്ക് ഒരു മറുപടി പോലും നീ അയച്ചില്ലല്ലോ. എന്നോടുള്ള ദേഷ്യം കൊണ്ട് അതൊക്കെ വലിച്ചു കയറി ചവിറ്റോട്ടിലിട്ടാണ് എന്റെ അച്ഛൻ. ഓഹോ, അതിരിക്കട്ടെ, LKG പഠിക്കുന്ന പിള്ളേര് പോലും ഇമെയിൽ അയക്കണ ഈ കാലത്ത് ലെറ്റർ അയച്ചിരിക്കുന്നു. നിനക്ക് നാണമില്ലല്ലോ. ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ എനിക്ക് അലർജിയാണ്. അതെനിക്കറിയാം. നിനക്ക് എന്ത് അറിഞ്ഞുകൂടാത്തോണ്ടോ അതൊക്കെ അലർജിയാ. ഇംഗ്ലീഷ് അലർജി. നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും അറിയില്ല. അതിരിക്കട്ടെ, സാർ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലടാ. ജീവിതം പൊട്ടിത്തകർന്നു പോയില്ലേ. ഈ എന്ത് പറ്റിയെന്ന് പറടാ. കുറെ കാലമായിട്ട് ദുബായിക്ക് പോകണം പറഞ്ഞോണ്ടിരുന്നില്ലേ? അതുകൊണ്ടല്ലേ ദുബായ് സൈൻ എന്ന് വിളിക്കുന്നത്. ആ പേര് മാത്രമേ ഉള്ളൂ. ആന്ധ്ര ദുബായിക്ക് പോകാൻ ചേച്ചിയുടെ കടം വാങ്ങിയ കാശ് ഒരു തെണ്ടി അടിച്ചോണ്ട് പോയി. ഇപ്പൊ ഇവിടെ ബീച്ചിൽ പാവാജി കച്ചവടം നടത്തുക. ഇപ്പോഴും നിനക്ക് ഒരു മാറ്റമില്ല. ഞാനും മാറില്ല, എന്റെ കഷ്ടപ്പാടും മാറില്ല. എന്റെ ചേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ചേട്ടനെ ദുബായ് പറഞ്ഞിരിക്കേണ്ട ബാധ്യത എനിക്കാണ്. ഇവള് പറയുന്നത് ഇങ്ങനെ. എന്റെ സ്വന്തം ചേച്ചി പണം തരുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? എത്ര കാശ് എക്സ്ട്രാ തരുന്നു? പലിശ. തങ്കം ചേട്ടാ, പിന്നെ നീ എന്തിനാണ് മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ കുറിച്ച് നിനക്ക് അറിയാലോ ചന്ദ്ര. ഇത്രയും കാലമായിട്ടും എനിക്ക് ഒരു പെണ്ണിനോടും പ്രേമം തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ ആര് പ്രേമിക്കും? പക്ഷെ പ്രേമിച്ചു. നാട് വിട്ട് ഈ നാട്ടിൽ വന്നൊരു പെണ്ണിനെ പ്രേമിച്ചു. എന്നിട്ട് എന്തായി? ഒന്നുമില്ല, ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണെന്നൊരു കള്ളം പറഞ്ഞു. മനസ്സിലായി. ഇപ്പൊ പാവഭാജിക്കാരാണെന്ന് അറിഞ്ഞപ്പോ പിരിഞ്ഞു പോയി കാണും. ഇനിയെങ്കിലും സത്യം പറഞ്ഞുവിടാ. അളിയാ, ഫീൽ ചെയ്തോ? ഇല്ല, ചെയ്യണ്ട. നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ. ചേട്ടാ,
ഞങ്ങളുടെ പ്രേമത്തിന് ചേട്ടൻ സഹായിച്ചു തന്നില്ലേ, ചേട്ടന്റെ പ്രേമം സക്സസ് ആവും. അവൻ വെറും ഫ്രണ്ടല്ലടാ, പാസ്പോർട്ടിന് പണം അടച്ചു, എന്നെ ദുബായിക്ക് അയക്കാന്നും പറഞ്ഞു. ഞാൻ അവിടെ പോയി സെറ്റിലായി ആദ്യം എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ എല്ലാവരും 1 by 1 ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ രാമേന്ദ്രനോ? നിങ്ങൾ എല്ലാവരും കൊണ്ടുപോയി കഴിഞ്ഞ പിന്നെ രാമേന്ദ്രനെ കൊണ്ടുപോകില്ലേ? നമുക്കവിടെ പാചകത്തിന് ആള് വേണ്ടേ? മധുമതി നാട്ടിൽ പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ നാട്ടിലേക്ക് പോണം? ഞാനാ നീ നാട്ടിൽ പോയെന്ന കള്ളം പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? നിന്നെ പോലെ ഒരു കള്ളനിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടി വാ മധു പോവാ. ഒന്നെ സിനു, എനിക്കൊരു കാര്യം പറയണം. എനിക്കറിയാം നീ എന്തിനോട് പറയാൻ പോകുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് കള്ളം പറഞ്ഞ പാവഭാജി കടയിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചല്ലേ? ചേച്ചേ, അതൊന്നല്ല സിനു. കഷ്ടപ്പെട്ട് എന്ത് ജോലി ചെയ്താലും തെറ്റില്ല. ഞാൻ ദേഷ്യപ്പെട്ട് പോയത് നീ കുടിച്ചിട്ട് വെച്ചിരുന്ന ബോട്ടിൽസ് കണ്ടിട്ടാ. സോറി. നീ വന്ന കാര്യം എന്തായി? ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്റെ ഏട്ടന് വേണ്ടിയാ. ചേട്ടന്? ഇവിടുത്തെ ഒരു കമ്പനിയിൽ ഏട്ടൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചു. ഇപ്പൊ ആ കമ്പനി അവിടെ ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഏട്ടനെ കണ്ടുപിടിച്ചേ പറ്റൂ സിനു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്ക് ചേട്ടന്റെ ഫോട്ടോ തന്നാ മതി, ഞാൻ കണ്ടുപിടിച്ചു തരാം. താങ്ക് യു സിനു. മധു, ആകെ ഉള്ളൊരു ഫോട്ടോ ഇയാളുടെ കൈ കൊടുത്ത ലൈബ്രറിയിൽ എന്ത് പറയും? അതെ സിനു, ചേട്ടൻ എങ്ങനെയായാലും സെൻട്രൽ ലൈബ്രറിയിൽ പോകുന്ന ശീലമുണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോ അവിടെ കൊടുത്താൽ നല്ലതായിരിക്കും. എടി നീ പൊന്നാ, വെറും പൊന്നല്ല, നല്ല പത്തരമാറ്റ പൊന്ന്. എന്ത് പറ്റിയേട്ടാ? എന്ത് പറ്റിയെന്നാ? എടാ നീ എന്താ പറഞ്ഞേ? എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പാവഭാജിക്കാരനാ, അവൾ എന്നെ വിട്ടുപോകുന്നൊക്കെ. അവൾ എവിടെയും പോയിട്ടില്ലടാ. അതെ. Congrats ആളിയാ. Congrats. Congrats. Thank you മോളെ. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? എനിക്കൊരു ചാൻസ് തരൂ. നീ പറയടാ. ഐ തിങ്ക് യു ഷുഡ് ടെൽ ഹിം. നിങ്ങൾ പറയാനേ. ആരെങ്കിലും ഒന്ന് പറഞ്ഞോളെ. പറയാനേ. എടാ നീ മാമനാകാൻ പോവാടാ. എന്റെ അമ്മോ, അതല്ല ന്യൂസ്, ഇതാ ന്യൂസ്. ഞാൻ എന്താ പറയണ്ടേ? ഒരു കുട്ടി തങ്ങകെട്ടി വരാൻ പോലെ. ഈ മീശക്കാരനെ പോലെ ഒരു കുട്ടി മീശക്കാരൻ. അളിയാ, ഇതൊരു നിസ്സാര കാര്യമല്ല. Yes. നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ്ടേ? അടിച്ച് പൊളിച്ചേക്കാം. എന്നാ തുടങ്ങിയോ? ഇന്നലെ എന്റെ പെങ്ങൾ വിസയ്ക്ക് പണം അടച്ചു. 1 വീക്കിൽ പോവും. നിങ്ങളുടെ സിസ്റ്റർ അവിടെ ഉണ്ടോ? സ്വന്തം പെങ്ങൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിനേക്കാളും വലുതാ എനിക്ക്. ഓ, ഞാനും നാളെ എറണാകുളത്തേക്ക് പോവാ. എന്താ അങ്ങനെ നോക്കുന്നേ? ഞാൻ വിട്ടുപോകുന്നത് ഈ സ്ഥലത്തെയാ, സീനുവിനെ അല്ല. നാളെ സ്റ്റേഷനിലേക്ക് വരില്ലേ? ഫാന്റാസ്റ്റിക്. ബിക്കോസ് ഓഫ് യുവർ ഡിസൈൻസ് ഓൾസോ നമ്മുടെ ബ്രാൻഡിനൊരു ഇന്റർനാഷണൽ ലുക്ക് വന്നിട്ടുണ്ട്. Keep it up. താങ്ക് യു സർ. ഇത് നിങ്ങൾ ചോദിച്ച എമൗണ്ട്. താങ്ക് യു വെരി മച്ച് സർ. അത് സർ, ഇത്ര ദിവസം ക്യാഷ് ഒന്നും വാങ്ങാതെ ഇപ്പൊ മുഴുവൻ എമൗണ്ട് ഒരുമിച്ച് വാങ്ങുന്ന എന്തിനാ? എന്റെ അച്ഛന് ബാംഗ്ലൂർ ലോൺ ഉണ്ട്. ജസ്റ്റ് വാണ്ട് ടു ക്ലിയർ ഇറ്റ് സർ. ഓക്കെ ഓക്കെ കൂൾ സർ. Okay. താങ്ക് യു സർ. Yeah, ബൈ ബൈ. bye. നിറച്ചും ഷോപ്പിംഗ് ചെയ്യണം. അച്ഛന് നല്ല നല്ല ഡ്രസ് എടുക്കണം, മധുന് നിറയെ ഗോൾഡ് എടുക്കണം. പിന്നെ എനിക്ക് പൂജ 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 എല്ലാം ഓക്കെ. എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചു. നീ വീണ്ടും എന്റെ കൂടെ വരുന്നത്, വീണ്ടും അച്ഛൻ നിന്നെ കണ്ട് ദേഷ്യപ്പെടുന്നത്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഡാർലിംഗ്, അന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് എനിക്ക് ഒരു ഫീലിംഗും ഉണ്ടായിട്ടില്ല കേട്ടോ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ പെങ്ങളുടെ പഠിത്തത്തിന് അദ്ദേഹം കടം വാങ്ങി. നിങ്ങളുടെ കല്യാണത്തിന് കിട്ടുന്ന പണം എടുത്ത് അച്ഛൻ കടമടയ്ക്കാന്ന് പറയുമായിരുന്നില്ലേ? പക്ഷെ അത് നടന്നില്ല. അതല്ലാതെ എന്നോട് ഒരു ദേഷ്യമില്ല. പൂജ ടീ. എനിക്ക് വേണ്ട. പൂജ, യു നോ സംതിങ്, യു ആർ വെരി I സ്വീറ്റ്. ഐ നോ. താങ്ക് യു. My God. Pooja. He's most wanted criminal, Jinnabai. നമ്മുടെ ബോസ്. ജിന്നബായ് വേറെ ആരുമല്ല, നമ്മുടെ ബോസ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര നാളെ ജോലി എടുത്ത ജിന്നാബയുടെ അടുത്ത. അതെ, നിങ്ങൾ ആ കാര്യം മറന്നേക്ക് പ്ലീസ്. നിനക്ക് അവനെ കുറിച്ച് മുഴുവൻ അറിയില്ല. ഐ നോ ഹിം. ഹിസ് എ ബിഗ് ക്രിമിനൽ. കൊച്ചു കുട്ടികളെ പോലും വെറുതെ വിടില്ല അയാള്. ഐ തിങ്ക് യു ഷുഡ് ഫീൽ റെസ്പോൺസിബിൾ. ലെറ്റ്സ് ഗോ പോലീസ് സ്റ്റേഷൻ. അത് വേണ്ട. വാട്ട് ആർ യു സേയിങ് പൂജ? അതെ, ഇത്രയും നാളെ നമ്മൾ കഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ കട അടയ്ക്കാൻ വേണ്ടി. അവർക്ക് നമ്മൾ സഹായിക്കണ്ടേ?
അവരെ സഹായിക്കേണ്ട ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു കലഹമൊന്നും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. ശരി, നീ ലഗേജ് പാക്ക് ചെയ്തു. ഉം. ഞാൻ ലൈബ്രറി പോയി ബുക്സ് കൊടുത്തിട്ട് വരാം. അല്ല, ഞാനും കൂടെ